യമ കമ്മിറ്റി റിപ്പോർട്ടിലെ 20-ലധികം മൊഴികൾ അതീവ ഗൗരവമുള്ളതെന്ന പ്രത്യേക അന്വേഷണ സംഘം ഭൂരിഭാഗം പേരെയും 10 ദിവസത്തിനുള്ളിൽ ബന്ധപ്പെടും. നിയമ നടപടി തുടരാൻ ആഗ്രഹിക്കുന്നവരുടെ മൊഴിയിൽ കേസെടുത്തേക്കും. എം.ആർ. അജിത് കുമാറിനെതിരായ പരാതികളിൽ അന്വേഷണം വേണ്ടെന്ന വിജിലൻസ്. പ്രത്യേക സംഘമുള്ളതിനാൽ വിജിലൻസ് ഇടപെടേണ്ട കാര്യമില്ലെന്ന വിലയിരുത്തൽ. തീരുമാനം അജിത് കുമാറിനെതിരെ ലഭിച്ച അനധികൃത സ്വത്ത് സമ്പാദന പരാതികൾ. എംപോക്സ് സ്ഥിരീകരിച്ചതോടെ മലപ്പുറത്ത് അതീവ ജാഗ്രത. വിദേശത്തു നിന്നെത്തുന്നവർ രോഗലക്ഷണമുണ്ടെങ്കിൽ ഉടൻ ചികിത്സ തേടാൻ നിർദ്ദേശം. ചികിത്സയിലുള്ള യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരം. യുവാവിന്റെ സമ്പർക്ക പട്ടിക ഇന്നറിയും. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനി വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും. ജാമ്യവ്യവസ്ഥകൾ തീരുമാനിച്ചാൽ പുറത്തിറങ്ങാം. കർശന ഉപാധികൾ ആവശ്യപ്പെടാൻ സംസ്ഥാന സർക്കാർ. കർണാടകയിലെ ഷിരൂരിൽ കാണാതായ അർജുനായുള്ള ദൌത്യം ഉടൻ പുനരാരംഭിക്കും. തെരച്ചിൽ നടത്താനുള്ള ഡ്രഡ്ജർ ഷിരൂരിലെത്തിക്കും. ദൌത്യം കാലാവസ്ഥ കൂടി പരിഗണിച്ച്. ലെബനനിൽ വോക്കി ടോക്കി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 20ആയി. പിന്നിൽ ഇസ്രയേൽ എന്ന ഹിസ്ബുള്ള. പ്രതികരിക്കാതെ ഇസ്രയേൽ. അടിയന്തര യോഗം വിളിച്ച ഐക്യരാഷ്ട്രസഭ.